ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നേ ഇത്തിരി ചിപ്പിക്കൂണ് കൊണ്ട് തോരൻ ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത്രയും കൂണിന് നമുക്ക് 80 കിട്ടിയ കേട്ടോ. ഇത് ഈ ബോക്സിൽ നല്ല രീതിയിൽ തന്നെ പാക്കൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ പീസുകളൊക്കെ ആയി. ഇതിൽ വേസ്റ്റ് ഒന്നും പറയുന്നില്ല, എന്നാലും ജസ്റ്റൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായി തിരുമ്മി വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ചെറുതാക്കിയൊക്കെ ഇങ്ങനെ അരിഞ്ഞു. ഇനി ഇതിനെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്നൊക്കെ എടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് കാന്താരി മുളക്. അത് എരിവിനനുസരിച്ച്, ഇത് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് മുളകെടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം മതി കേട്ടോ. പിന്നെ വെളുത്തുള്ളി, പിന്നെ വറ്റൽ മുളക് നമുക്ക് ഓപ്ഷനിലാണ്, അതൊരു ഭംഗിക്കൊക്കെ വേണ്ടി ഇടുന്നതാണ്. പിന്നെ ഒരു പിടി തേങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. തേങ്ങ ചതയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മിക്സിയിലല്ല, ഞാൻ കല്ലിലാണ് അപ്പം ഞാൻ ഇവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ചെറുതാക്കി ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇത്തിരി വലുതായിരുന്നു, അതും ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കൂണ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് നല്ല കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഈ പാത്രം നന്നായി ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നല്ല നാളികേര വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർക്കാം, പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായി പൊട്ടി വരട്ടെ കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ തന്നെ കടുക് പൊട്ടുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചതച്ച് വെച്ച ഉള്ളിയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഉപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കൂണ് കഴുകാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി ഇതൊക്കെ മൂത്ത് വരട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിന് അധികം മൂപ്പ് വേണ്ടാത്തതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, അങ്ങനെ ചേർക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും, അതിന് വേണ്ടി ചേർക്കുന്നു മാത്രം. അപ്പോൾ അത് നന്നായി വഴറ്റി എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം, കുറച്ച് മാത്രം. നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ ഉപ്പിട്ടപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വരുന്നത് വരെ വീണ്ടും നമ്മൾ കുറച്ച് സമയം കൂടി വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകി നല്ല വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ കൂണുണ്ടല്ലോ, ആ കൂണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമ്മൾ മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഉള്ളിയും ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് ഇതാവുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഇത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആവിയിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. വെള്ളം ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് അധികം വേവൊന്നും വേണ്ട, കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
വീണ്ടും കുറച്ച് നേരം കൂടി മൂടി വെച്ചത് ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ വീണ്ടും നമ്മളിത് കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് നന്നായി കുക്ക് ചെയ്തു. ഇപ്പോൾ കൂണ് ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടോ. ഇനി നമ്മൾ നാളികേരം എനിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനധികം വേവൊന്നും വേണ്ട, കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ നാളികേരം ഇട്ട് കൊടുത്തു. ഇനി നാളികേരവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഇതുപോലെ അധികം ഇളകാതെ, ഇളക്കൊന്നും വേണ്ട, ഇങ്ങനെ പൊത്തി വെച്ചിട്ട് കുറച്ച് സമയം മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടി വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ നന്നായി തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കൂടി ഇങ്ങനെ തന്നെ ഇളക്കി വേവിച്ചാൽ മതി. ഇനി തേങ്ങ അധികം വെന്ത് പോകണ്ട. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് നല്ല കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ഉപ്പൊക്കെ ആക്കി ഇടുക. ഞാനിത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ള കൂണ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്ത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കും കൂടി വേണം കേട്ടോ. താങ്ക് യു.